ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ തക്കാളിയുടെ വിളവെടുപ്പിനായിട്ടാണ്. ഇവിടെ ഇതെല്ലാം നന്നായിട്ട് പഴുത്ത് നിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ തക്കാളിയിലേക്ക് പോവാം. തക്കാളിയിലൊന്നും മയിൽ കൊത്താതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്രൂട്ട്സിനൊക്കെ കിട്ടുന്ന ഇങ്ങനെയുള്ള ചെറിയൊരു ഷീറ്റ് ഇട്ടിട്ട് കവർ ചെയ്ത് വെച്ചിരുന്നു. ഇവിടെ ചില തക്കാളി എല്ലാം കളറ് മാറി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഉണ്ട് 2 എണ്ണം. നമുക്കിനി ഇതിനകത്ത് ഇതേപോലെ ഷീറ്റ് ഇട്ട് കൊടുക്കണം, സ്പോഞ്ച് ഷീറ്റ്, ഇല്ലെങ്കിൽ മയിൽ കൊത്താനുള്ള ചാൻസ് ഉണ്ട്. പഴുത്തത് മാത്രം നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുമല്ലേ. ഇതൊക്കെ അപ്പൊ അതെ, നമ്മുടെ വെണ്ടച്ചെടിയുടെ വിശേഷം നോക്കി. ചെറുതായിട്ട് വെണ്ടയ്ക്ക എല്ലാം ഉണ്ടായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഗൈസ്, ഒരു മിനിറ്റ്. അപ്പൊ അതെ, നമ്മുടെ വെണ്ടച്ചെടികളിൽ 2 വെണ്ടയ്ക്ക നിൽക്കുന്നുണ്ട്. നമ്മൾ അതും കൂടി പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. ഇത് നന്നായിട്ട് മൂത്തിരിക്കുന്നു, അതുകൊണ്ടാണ് നമ്മൾ പൊട്ടിക്കുന്നത്. അപ്പൊ നമ്മുടെ തക്കാളിയുടെ വിളവെടുപ്പ് കഴിഞ്ഞു. നമ്മുടെ മുളക് ചെടിയിൽ അത്യാവശ്യം മുളകെല്ലാം ആയി നിൽക്കുന്നുണ്ട്. നമുക്ക് ഇതും കൂടി പൊട്ടിച്ചെടുക്കാം. അപ്പൊ ഇത്രയും തക്കാളി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ തക്കാളി ചെടികളിൽ നിന്ന്. ഇനിയും കുറച്ച് പഴുക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ നന്നായിട്ട് പഴുത്തിട്ട് പൊട്ടിക്കുന്നതായിരിക്കും. അതിന്റെ വീഡിയോ ഇതിന് പുറകെ വരും. ഇപ്പൊ ഇത്രയുമായിട്ട് നമ്മൾ തിരിച്ചു പോവാണ്. അതുവരേക്കും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.